പാരമ്പര്യത്തിൻ്റെ അടിവേരുകൾ നിഷ്കർഷയോടെ വിരചിച്ച ഓരോ പദ്ധതികളും പിന്തുടരുക എന്നത് ഒരു ജന്മനിയോഗമായി കരുതി അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുന്നവനാണ് യഥാർത്ഥ കലാകാരൻ. അന്യം നിന്നുപോകുന്ന അത്തരം കലാകാരന്മാരിൽ അവസാന കണ്ണിയാണ് കുഴൂർ നാരായണ മാരാർ. ആനന്ദത്തിൻ്റെ ധാരയിലേക്ക് നയിക്കുന്ന നാദപ്രപഞ്ച സൃഷ്ടി കുഴൂർ ആശാൻ എന്ന് ബഹുമാനത്തോടെ ജനം വിളിക്കുന്ന കുഴൂർ നാരായണ മാരാരുടെ സ്വർഗീയ വിരലുകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആയിരത്തി 1925 മാണിക്യമംഗലത്ത് കൊച്ചുപിള്ളക്കുറുപ്പിൻ്റെയും കുഴൂർ നെടുമ്പറമ്പത്ത് മാരാത്ത് കുഞ്ഞിപ്പിള്ള അമ്മയുടെയും മകനായി നാരായണ മാരാർ പിറന്നു. ഏട്ടൻ ശങ്കരൻ എന്ന കുട്ടപ്പനും അനുജൻ ചന്ദ്രശേഖരൻ എന്ന ചന്ദ്രനും. ഇവർ പിൽക്കാലത്ത് കുഴൂർ ത്രയം എന്ന പേരിൽ പ്രശസ്തി നേടി. പള്ളിയുണർത്തൽ, പൂജകൊട്ട്, നിത്യശീവേലി തുടങ്ങിയ അമ്പലത്തിലെ അടിയന്തര പ്രവൃത്തികൾ തീർത്ത് ദേവൻ്റെ പ്രസാദമായ നേദ്യപ്പട കഴിച്ചു എന്ന് വരുത്തി പുസ്തകസഞ്ചിയുമെടുത്ത് സ്കൂളിലേക്കുള്ള ഓട്ടം. സമയത്തിനെത്തുക എന്നത് ഉണ്ടായിട്ടേയില്ല. അമ്പലത്തിലെ ശിവേലി വെച്ചിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ. അവിടെ ചെല്ലുമ്പോൾ മണിയടിച്ചിട്ടുണ്ടാവും. പക്ഷെ ശിവേലിയുടെ ആളില്ല അമ്പലത്തിലേക്ക് പോകാനേ. അപ്പം അങ്ങനെ 4 ക്ലാസ് കുഴൂർ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളൊക്കെ ഒരാതിര് പോകും. ചെല്ലുമ്പോൾ മണിയടിക്കും തീർച്ചയാണ്. അങ്ങനെ 4 ക്ലാസ് കവണം കുത്തി വീണെന്ന് പറഞ്ഞ കൂടുതൽ പാസ്സായി. അമ്പലത്തിൽ കുഴൂർ അമ്പലത്തിൽ 3 നേരവും ശിവേലിയുണ്ട്. അന്നുമുണ്ട് ഇന്നുമുണ്ട്. സന്ധിക്ക് രൂപാരാധനയുണ്ട്. അതിന് പഞ്ചവാദ്യം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അത് ദിവസം വേണം. അതൊരു പരിശീലനമായിട്ട് മാറിയത്. ആ അമ്പലത്തിൽ നിന്നുള്ള അഭ്യാസമാണ് ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടിയതെന്നാണ് എൻ്റെ ഒരു ഉത്തമ വിശ്വാസം. ഇത് വടക്കാഞ്ചേരി എന്ന് വെച്ചാൽ നമ്മുടെ അല്ല ആ സംക്രാന്തി വേലയില്ലേ?
ആ നമ്മുടെ വടക്കാഞ്ചേരി എത്തുന്നതിന് മുമ്പ് പേര് മറന്നു. ആ കുറ്റിയാങ്കാവ്. അവിടേക്കാണ് ആദ്യം പോയത്. അത് അന്ന് കൊണ്ടുപോയത് ഒരു ശങ്കരൻ പണിക്കരാണ് അന്നമടക്കാർ. ചേട്ടനെ അന്വേഷിച്ച് ഇവിടെ വന്നു. ചേട്ടനും ഇല്ല, ആരുമില്ല. എന്നെ കൊണ്ടു. അപ്പോൾ വേറെ ചിലർ പറഞ്ഞു ആളെ വിളിച്ചോണ്ടു പോകും. ആരാ പറയുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല. നാളെ വൈകുന്നേരം എൻ്റെ അവിടേക്ക് എത്തിക്കോളൂ, ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം കൊണ്ടുപോയത് ആ ശങ്കരപ്പണിക്കരാണ്. അയാൾ തോട്ടുപുറത്താണ് അയാൾ. അയാളിപ്പോൾ ഇല്ലേനും അങ്ങനെ ഉണ്ടായില്ല. ഒരു കാലത്ത് രാമമംഗലം, അന്നമനട എന്നീ പ്രദേശങ്ങളിലായിരുന്നു പഞ്ചവാദ്യത്തിലെ മഹാരഥന്മാർ വിരാജിച്ചിരുന്നത്. അവരുടെ പ്രമാണത്തിലായിരുന്നു പഞ്ചവാദ്യത്തിൻ്റെ അരങ്ങുകൾ ഉണർന്നിരുന്നത്. കൊട്ടി നിറയ്ക്കാനും കൊഴുപ്പിക്കാനും അക്കാലങ്ങളിൽ കുട്ടികളായ കുഴൂർ സഹോദരന്മാർ ഇവരുടെ സംഘത്തിന് ഒഴിവാക്കാനാകാത്ത ഘടകമായിരുന്നു. എല്ലാവരുടെ കൂടെ കൊട്ടാമ്പീടിൻ്റെ അച്ഛന്മാരാരുടെ കൂടെ, പീതാംബരമാരാരുടെ കൂടെ, പരമേശ്വരന്മാരാരുടെ കൂടെ, കൂടുതൽ പരമേശ്വരന്മാരാരുടെ കൂടെ. കാരണം അദ്ദേഹത്തിന് ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ താല്പര്യമുള്ള ആളാണ്, വിദ്വാനുമാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഈ കൊട്ടാൻ പോകുമ്പോൾ ആ ആൾക്ക് പറ്റുന്ന കാര്യമൊക്കെ കുട്ടിക്ക് കാണിച്ചു തരും. അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട്. ഈ പരമേശ്വരന്മാരാരുടെ വളരെ വിദ്വാനാണ്. കാര്യം നാദശുദ്ധിയൊക്കെ ഞാൻ ഈ പറഞ്ഞ ആളുകൾക്കാണ്. കൊട്ടിൻ്റെ തിമലയുടെ നാദശുദ്ധി. അപ്പം അങ്ങേരുടെ കൂടെ കുറേ കാലൊക്കെ കൊട്ടാൻ ഒരുമിച്ച് പോയിട്ടുണ്ട് പരമേശ്വരന്മാരുടെ കൂടെ. പിന്നെ മറ്റുള്ളവർ പീതാംബരന്മാർക്ക് ശിഷ്യന്മാരൊന്നുമില്ല. അച്യുതന്മാരാർക്കും ശിഷ്യന്മാർ കുറവാണ്, പരമേശ്വരന്മാർക്ക് അങ്ങനെയല്ലേനും. ഗുരുനാഥനായ പെരുമ്പിള്ളി കേശവമാരാരുടെ കറകളഞ്ഞ പഞ്ചവാദ്യ ശിക്ഷണം, മാണിക്യമംഗലം നാരായണക്കുറുപ്പിൻ്റെ കീഴിലെ തായമ്പക പഠനം, കൊഴക്കരപ്പിള്ളി രാമമാരാരുടെ കീഴിലുള്ള കേളി പഠനം എല്ലാം കുഴൂർ എന്ന വ്യക്തിയുടെ ആന്തരിക സിദ്ധികളെ വളർത്തി. അന്നുതന്നെ ഗുരുനാഥന്മാർക്ക് ഉറപ്പുണ്ടായിരുന്നു, ഇവൻ ഭാവിയുടെ വാഗ്ദാനമാവും തീർച്ച. അത് നേരറിഞ്ഞുള്ള പ്രവചനമായിരുന്നു എന്ന് കാലം തെളിയിച്ചു. മാളികാലപുരം തുടക്കം മാളികാലപുരല്ലേ, വേങ്ങൂരെന്ന് പറയും. തുടക്കം പൂരേ വേങ്ങൂര്, മാണിക്യമംഗലം, ചെങ്ങൽ, എടാട്, അവണങ്കോട്. അപ്പോൾ അവണങ്കോട് കഴിഞ്ഞാൽ ഒരു ദിവസം, അത് കഴിഞ്ഞാൽ എഴുപ്പുറം, അത് കഴിഞ്ഞാൽ ഇരിങ്ങോൾ. ഇങ്ങനെയല്ലേ പൂരത്തിൻ്റെ കിടക്ക്. ഇതിലെല്ലെങ്കിലും ഞാൻ വെള്ളം കൊട്ടാൻ പോയിട്ടുണ്ട്, എൽത്താളം കൊട്ടാൻ പോയിട്ടുണ്ട്, ചെണ്ടമേളവും കൊട്ടാൻ പോയിട്ടുണ്ട്, പഞ്ചവാദ്യനും പോയിട്ടുണ്ട്. ആദ്യം എൽത്താളം കൊണ്ടാണ് പോയത് ഈ സ്ഥലത്തൊക്കെ. അത് കഴിഞ്ഞ് ചെണ്ട കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ ആയത് തിമലയാണ്. തിമല കഴിഞ്ഞ് പിന്നെ ഞാൻ ചെണ്ട കൊട്ടാൻ പോയിട്ടില്ല. ഈ ചിലപ്പോൾ ചിലർ ഈ ഇടാത്തൊരു കാര്യമുണ്ട്. അത് ഇത്തിരി അടത്തക്കൂറ് മേളത്തിൻ്റെ പഞ്ചാരിയുടെ അടത്തേക്ക് ആളുകൾ കൂട്ടുമല്ലോ, അതിനോടൊന്ന് കൂട്ടാൻ പോയി. എല്ലാ കൊല്ലം പോയി അവിടെ അറിവുണ്ട്. ഇപ്പോൾ ചുരുക്ക. വാദ്യോപാസനയുമായി ഒരവധൂതനെപ്പോലെയുള്ള പ്രയാണത്തിനിടയിൽ കണ്ടുമുട്ടാത്ത മഹാരഥന്മാർ ഉണ്ടായിരുന്നില്ല. തായമ്പകയിലെ മഹാചക്രവർത്തിയെന്നോ സവ്യസാചിയെന്നോ അറിയപ്പെട്ടിരുന്ന തൃത്താല കേശവനെ ആദ്യമായി പരിചയപ്പെട്ട നേരമ്പോക്ക് നിറഞ്ഞ രംഗം ആശാൻ്റെ മനസ്സിലെ മധുരസ്മരണകളിൽ ഒന്നാണ്. വടക്കാഞ്ചേരി. അപ്പോൾ അന്ന് ഇയാളെ ഞാൻ പരിചയം അവിടെ വെച്ചാൽ കണ്ടാക്കണേ. ഞാൻ പഞ്ചവാദ്യം എന്നാളാണ്.
അന്നമല ആശാൻ്റെ കീഴിൽ പഞ്ചവാദ്യത്തിന് പോയതാണ്. അപ്പോൾ ആശാൻ എന്നോട് പറഞ്ഞു, താമ്പയ്ക്ക് ഓട്ടം പിടിക്കാമെന്ന് പോകണം. ഞാൻ പറഞ്ഞപ്പോൾ അതിനടുത്ത് ഓട്ടമൊക്കെ പിടിക്കാൻ പോയാൽ അയാൾ അത് സാരമില്ല എന്ന് പറഞ്ഞു. ശരി, ഞാൻ സന്ധ്യ നേരത്തെ തൊഴാഞ്ചു വന്നു അമ്പലത്തിൽ. തൊഴാഞ്ചു ചെന്നപ്പോൾ ഇയാൾ തൊഴുത് നിൽക്കണം. ഇയാളെ പരിചയമില്ല എനിക്ക് പരമാർത്ഥത്തിൽ. ഞാനങ്ങനെ തന്നെ തൊഴുതിട്ട് മാറിയപ്പോൾ എനിക്കൊരു കാര്യം പറയേണ്ടതുണ്ട് തോന്നും. അല്ല എന്നോട് ചോദിച്ചു, മനസ്സിലായില്ല. ഞാൻ കുഴൂർ നാരായണൻ എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഒരു കാര്യം പറയാണ്ടെന്ന്. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് അന്നവരുടെ ആശാൻ പറഞ്ഞിട്ടുണ്ട്, തായ്മയ്ക്ക് താളം പിടിക്കാൻ പോകണമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ ശീലമില്ല. അപ്പോൾ കേശവ പൊതുവാളിലെ വർത്തമാനം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം, എന്തെങ്കിലും എന്നെ ചുണ്ടിപ്പിടിച്ചാൽ ചെണ്ട അവിടെ വെച്ചിട്ട് ഞാൻ പോരും. എനിക്ക് പറഞ്ഞ മാതിരി താളം പിടിച്ച് തരും. അതൊന്നും ചെയ്യില്ല. എന്നാൽ ഞാൻ താളം പിടിക്കാൻ വരാം ചോദിച്ചിട്ടാവാം വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ പോയി തായമ്പ കഴിഞ്ഞ് ഇടായപ്പോഴേക്കും പീതാംബരവരർ വന്നു. എന്നോട് മേടിക്കാനല്ല, അടുത്തൊരാൾ രണ്ടാളുമാണല്ലോ മുമ്പിൽ താളം പിടിക്കാൻ. അത് തന്നെ അങ്ങനെ തന്നെ ഞാനല്ലേ താളം പിടിക്കാൻ വീണ്. മറ്റാളുടെ ചെണ്ട മേടിച്ചു, പീതാംബരവരർ കൊടുത്തു. അപ്പോൾ എനിക്ക് സുഖമായില്ലേ. ഞങ്ങളിത് കഴിയുന്നവരെ അയാൾ തായമ്പ താളം പിടിച്ചു. അന്ന് മുതൽ കേശവൻ എന്ന് പറയുന്ന ആൾ എന്നെ വളരെ വളരെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഊള്ളിമന അതല്ലേ, ഈ ഊള്ളിമനയ്ക്ക് ഞാനും നമ്പീശൻ, ഈ പരമേശ്വരന്മാർ, അച്യുതന്മാരാർ, പിന്നെ ഈ അവണംകൊട്ട് പൂരം എങ്കിച്ച സ്വാമി ഒരുമിച്ച് കൂട്ടിയുണ്ട്. ഞാൻ അപ്പം ഇത്തിരിയേ ഉള്ളൂ, പത്തല്ലേ. അങ്ങനെ ഉണ്ടായില്ല. പിന്നെ ശങ്കര നമ്പീശൻ്റെ കൂടെ കൂട്ടി. കാശ് കിട്ടാൻ വേണ്ടി മാത്രമല്ല കൊട്ടാൻ വേണ്ടിയിട്ടാണ് പോവുക. ഇന്നത്തെ ആദ്യം ഇന്ന് കാച്ചിനാ പോണേ. അന്ന് കാച്ചിനല്ല, കൊട്ടണം. കാശ് കിട്ടിയാലും വേണ്ടില്ല, കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, പ്രവൃത്തി നടക്കണം. അത് ഓരോ വൈരാഗ്യത്തോടു കൂടി ആ പ്രവൃത്തി ചെയ്യുക. വൈരാഗ്യം ഞാൻ ആളോടുള്ള വൈരാഗ്യമല്ല, ആ ആൾ ചെയ്യുന്നതിനേക്കാളും കേമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള ധാരണയോടു കൂടിയാണ് പ്രവർത്തനം നടക്കുക. ഭഗവതി ഹേഷിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകവർദിനി. മാനും മട്ടന്നൂരുമായിട്ട് ഇവിടെ കൂട്ടി. ഈ അതും ഒരു 2 കൊല്ലമായി ഞങ്ങളും ഈ സ്റ്റേജിൽ ഞാനും മട്ടന്നൂരും ഡബിളായിട്ട് കൊട്ടി. കുഴൂർ ഞാനും കല്ലൂരും കൂടി കൊട്ടി. അതിപ്പോൾ കൊട്ടി അവർ നിർബന്ധമായിട്ട് പറഞ്ഞു, എന്തെങ്കിലും അവിടെ കൊട്ടി. പക്ഷേ അത്യാവശ്യം എന്നെ പോലെയുള്ള ചില കൂട്ടർക്കാണ് ഇന്നത്തെ തലമുറയിൽ അറിയുക കുഴൂരാശാൻ തായമ്പേക്കാരനാണെന്നുള്ളത് അറിയൂ. പിന്നെ കുഴൂരാശാനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അങ്ങോരെ പറ്റിയിട്ടുള്ളൊരു ബഹുമാനം എന്താണെന്ന് വെച്ചാൽ, ഇന്നും അങ്ങോര പഴയ തലമുറയിലുള്ള ഒരു തായമ്പക മുറിഞ്ഞ ചെമ്പക്കൂറ് അത് കുട്ടികളെ അഭ്യസിപ്പിക്കലും അത് കൊട്ടി അങ്ങോട്ട് മാത്രമാണ് അത് ഇന്നും നിലനിർത്തി പോരുന്നത്. ഞാനും ഇപ്പോൾ അത് പരീക്ഷിച്ച് ചില കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇത്ര തന്നെ ഉള്ളൂ.
മനസ്സുള്ള ആളാണ്. ആരെന്തു പറഞ്ഞാലും ചേട്ടനത് എതിർത്ത് പറയില്ല. ആശാനോട് നല്ല ആരോട് ചേട്ടനെ നേരെ നോക്കിയ ഒരാൾ വഴക്ക് പറഞ്ഞാലും ചേട്ടൻ വളരെ സൗമ്യമായിട്ട് ചിരിച്ച് മറുപടി പറയുള്ളൂ. ദേഷ്യപ്പെട്ടൊന്നും പറയില്ല. അത് അന്നും അതെ, ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ 85-നോടടുത്തിട്ടും വളരെ നല്ല രീതിയിൽ തിമല കൈകാര്യം അതിനെ ജനകീയമാക്കിയത് കുളൂർ സഹോദരന്മാരാണ്. ഇന്ന് നാം കണ്ടുവരുന്ന കേരളത്തിലെ ഏറ്റവും നല്ല ഈ പഞ്ചവാദ്യ രീതിയെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചവർ ഈ കുളൂർ സഹോദരന്മാരാണ്. അതിൽ ഏറ്റവും പ്രധാന ഒരു സ്ഥാനമാണ് ഈ കുളൂർ നാരായണമാരാർക്കുള്ളത്. കുളൂർ നാരായണമാരാർ അവിസ്മരണീയനാകുന്നതും എന്നും ഈ വാദ്യക്കാരുടെ ഇടയിലും ആസ്വാദകരുടെ ഇടയിലും സ്ഥിരപ്രതിഷ്ഠ നേടുന്നതും ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ്. ഈ പഞ്ചവാദ്യ ഭംഗി ഇന്ന് ജനകീയമാക്കി കേരളീയരെയെല്ലാം തെക്കും വടക്കുമുള്ള ഈ പല ക്ഷേത്രങ്ങളിലും ഇത് അവതരിപ്പിച്ച് ഇന്നത്തെ പോലെയുള്ള ഗതാഗത സമ്പ്രദായങ്ങളോ വാർത്താവിനിമയങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് ഈ തിമിലയും പൊക്കി എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ജനകീയമാക്കിയ ഈ കുളൂർ നാരായണമാരാരുടെ ഈ സേവനമാണ് എന്നെന്നും നിലനിൽക്കുക. നാരായണമാരാരുടെ ത്രിപുടയ്ക്ക് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യണമായിട്ട് സാമാന്യം ആർക്കും ത്രിപുട വായിക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങേര് കയ്യിൻ്റെ വിരലുകൊണ്ട് അത്ര അസാധ്യമായിട്ട് കാരണം കയ്യിൻ്റെ വിരല് ചുരുട്ടി എല്ലാവർക്കും നീർത്തി കൊട്ടിയേ സാധിക്കുള്ളൂ. അദ്ദേഹം ചുരുട്ടി തിമിലേമേ തകൃത വായിക്കുന്നതൊക്കെ വളരെയേറെ നീറ്റായിട്ടായിരുന്നു. അങ്ങനെ സാമാന്യ പിന്നെ അതേമാതിരി തിമിലേം ഇന്ന് ത്രിപുടയ്ക്ക് ഒരു പ്രത്യേകത അദ്ദേഹം ചെയ്യണമാതിരി സാമാന്യക്കാരൻ ചെയ്തു നോക്കും എല്ലാവരും, എങ്കിൽ തന്നെ അത്രയും പറ്റില്ല. മുതൽ ഇദ്ദേഹത്തിൻ്റെ ത്രിപുടയോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവ് എന്താണെന്ന് വെച്ചാൽ തകാരം കൊട്ടുന്നത് ഓങ്കാരം കൊട്ടുമ്പോഴും മറ്റുള്ള കലാകാരന്മാരെ അപേക്ഷിച്ച്
കൊട്ടുമ്പോൾ അറിയാം തകാരമാണോ തോങ്കാരമാണോ എന്ന് മറ്റുള്ളവർ കൊട്ടുന്നത്. കുഴൂരാശാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. തകാരം ഏത് കയ്യോണ്ടാ, തോങ്കാരം ഏത് കയ്യോണ്ടാന്നുള്ളത് കൊട്ടിയ ശബ്ദത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു പഞ്ചവാദ്യത്തിന് നിന്ന് കൊട്ടുന്നതിന് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. അതൊക്കെ ദൈവാധീനം. അദ്ദേഹത്തിന് കൈ നടക്കുന്ന പോലെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് കൈ നടക്കില്ല. ആശാനിപ്പോൾ ഒരു നിർബന്ധമല്ല ഇന്ന താളക്കാർ വേണം, ഇന്ന തമിഴക്കാർ വേണം, ഇന്ന മദ്ദളക്കാർ വേണം എന്നും ഒരു നിർബന്ധമില്ല. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ കൈ അങ്ങനെ വിള്ളാറില്ല. വിള്ളലുള്ള ആളുകളുടെ കൂടുതൽ എന്നുവെച്ചാൽ ഒരു ദിവസമൊക്കെ ഇട്ടിട്ടുണ്ടോന്ന് ഇപ്പം പറയാൻ പറ്റില്ല. സാധാരണ ഞാൻ ഇടാറില്ല ഫിറ്റ്. എനിക്കതിൻ്റെ ആവശ്യം വരാറുമില്ല. ദിവസം കൊട്ടി അടക്കണ മഞ്ഞില്ലേ, ആ മഞ്ഞ് കാലത്ത് ദിവസം കൊട്ടി അടക്കുമ്പോൾ ഒരു അവസരം ഉണ്ടല്ലോ അതിന്. ഇപ്പം അതുമില്ല. അപ്പോൾ ചുറ്റാറ് ചില ദിവസങ്ങളിൽ ഇടാറുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ചുറ്റിടാറ് തന്നെ ഇല്ല. അഥവാ കൈ വിള്ളലെല്ലാം ചുറ്റിടറേ. എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. ചിലരുടെ കൈ ഒന്നും ഉണ്ടാവില്ല.
പഞ്ചവാദ്യ രംഗത്തെ അധികായന്മാരായി അന്നമനട പരമേശ്വരന്മാരാര്, അച്യുതന്മാരാര് തുടങ്ങി നിരവധി പേരെ നേരിട്ട് പരിചയപ്പെടാനും അവരുടെ കൊട്ട് കേൾക്കാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് പഞ്ചവാദ്യ രംഗത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ കുഴൂർ നാരായണമാരാര് ഈ രംഗത്തെ കുലപതിയാണ് എന്ന് തന്നെ പറയണം. കുഴൂർ നാരായണമാരാര്, ഞാനൊരു തിരുവമ്പാടിക്കാരനാണ് ശരിക്കും, തൃശ്ശൂർ പൂരത്തിൽ. അദ്ദേഹം കൊട്ടിയിട്ടുള്ളത് പാറമേക്കാവിലാണ്. പക്ഷേ അദ്ദേഹവുമായി വല്ലാത്തൊരു ആത്മബന്ധം എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊട്ടുകൊണ്ടും, കൊട്ടു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതി കൊണ്ടും. ആരെ കണ്ടാലും അദ്ദേഹം സംസാരിക്കുന്ന രീതി, മറ്റുള്ളവരോടുള്ള സമീപനമുണ്ടല്ലോ, ആ സമീപനത്തിന് പ്രത്യേകതയുണ്ട്. അത് കലാകാരന്മാരോടുമുണ്ട്, സാധാരണക്കാരോടുമുണ്ട്, ആസ്വാദകരോടുമുണ്ട്. ആ നിലയ്ക്ക് വളരെയധികം ഒരു ആത്മബന്ധം അദ്ദേഹവുമായി നിലനിർത്താൻ എനിക്ക് കഴിഞ്ഞു. ഒരു പക്ഷേ തിരുവമ്പാടിയിൽ കൊട്ടി അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹവും മറ്റും എനിക്ക് അദ്ദേഹത്തിന് ലഭിക്കാൻ കഴിഞ്ഞു. ഞാൻ ഇന്ന് അദ്ദേഹത്തോടും അത് തന്നെ കാത്തു സൂക്ഷിക്കുന്നു. ഇന്ന് പഞ്ചവാദ്യം നടത്തുന്നതിന് വേണ്ടി നേതൃത്വത്തിൽ അങ്ങോട്ട് വന്നു നിന്നാൽ പിന്നെ അത് കഴിയുന്നവരവിടെ നിൽക്കും. അത് ആ കലയോടുള്ള അർപ്പണ ബോധം കൊണ്ടാണ്. അതിൻ്റെ ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, ദൈവം സഹായിച്ച്. അപ്പം അതുകൊണ്ട് ആ അർപ്പണ ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നു. പലപ്പോഴും ഇന്ന് നേതൃത്വമെടുക്കുന്നവരും അല്ലാത്തവരും കുറച്ച് കഴിഞ്ഞാലൊന്നും മാറി നിന്ന് റെസ്റ്റ് എടുത്ത് തിരിച്ചു വരുന്ന സമ്പ്രദായം അത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല. മാത്രമല്ല, ഈ പഞ്ചവാദ്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ പാരിതോഷികങ്ങൾ കൊടുക്കലും അത് സ്വീകരിക്കലും അതും അദ്ദേഹത്തിന് ഇഷ്ടമില്ല. ഭംഗിയായി കൊട്ടാൻ നിന്നാൽ കൊട്ടണം. ആ കൊട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ എന്ത് ആരാധനയോ പാരിതോഷികമോ ആവാം, അല്ലാതെ ഉപദ്രവിക്കരുത് എന്നുള്ള മനോഭാവമുള്ള, കലയ്ക്കു വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ച ആ ഒരു കലാകാരനാണ് ശ്രീ കുഴൂരാശാൻ. ഈ കുഴൂരാശാൻ എന്ന് അറിയാതെ തന്നെ പറഞ്ഞു പോകും. കാരണം അദ്ദേഹം ഇന്ന് ഈ രംഗത്തെ എല്ലാവരുടെയും, ആസ്വാദകരുടെയും കലാകാരന്മാരുടെയും ആശാനാണ്. ആ ആശാന്റെ ഈശ്വര സാന്നിധ്യമുള്ള വിരലുകൾ, തിമലയുടെ തോളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ആ നാദവിസ്മയം ഇനിയും വളരെ കാലം കേൾക്കാൻ കേരളീയർക്ക് ഇടവരട്ടെ. മറ്റു പല നല്ല കലാകാരന്മാരും വളരെ നേരത്തെ നമ്മളെ വിട്ടു പിരിഞ്ഞു. പക്ഷേ ആശാൻ ആരോഗ്യകാത്രനായി തന്നെ നമ്മുടെ കൂടെയുണ്ട്. അത് ഇനിയും വളരെ കാലം കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എൻ്റെ പ്രാർത്ഥന. തൃശ്ശൂർ പൂരം ഒരു 41 കൊല്ലം ഞാൻ പൂരം കൂടി. അതായത് ഉദ്ദേശം വയസ്സിപ്പോൾ കൃത്യമായിട്ട് പറയാൻ നിവൃത്തിയില്ല. 20 കൊല്ലമായിപ്പോൾ പൂരം നിർത്തിയിട്ട്. 41 കൊല്ലം പൂരം കൂട്ടി. ചെന്നപ്പോൾ ഒരറ്റത്താണ് ഞാൻ നിന്ന് കൊട്ടി പോന്നത്. അങ്ങനെ 30 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രമാണമായിട്ട്. അങ്ങനെ മറ്റേത് എങ്ങനെ വെച്ചാൽ ഓരോന്ന് അങ്ങനെ തള്ളി തള്ളി ഉണ്ടാവത് അങ്ങനെ പോയി. ഇന്ന് 30 കൊല്ലം പ്രമാണം അല്ലാണ്ട് 11 കൊല്ലം പ്രമാണമായിട്ട്. പാറമേക്കാവിൻ്റെ വലിയ പ്രവർത്തകനായിരുന്ന കൈക്ക് വീട്ടിൽ തങ്കപ്പൻ്റെ കാലത്താണ് ഈ പഞ്ചവാദ്യം ആരംഭിച്ചത്. പഞ്ചവാദ്യം ആരംഭിച്ച പാറമേക്കാവിൽ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകിയിരുന്നത് പ്രധാനക്കാർ ഒന്ന് നമ്മുടെ അന്നമനട പരമേശ്വരൻ, അന്നമനട പീതാംബരൻ, പിന്നെ കാട്ടകാമ്പാൽ കൃഷ്ണൻകുട്ടി, ആറ്റൂർ ശങ്കരൻകുട്ടിമാരാർ, പിന്നെ കുഴൂർ നാരായണൻ, പണ്ടാരത്തിൽ കുട്ടപ്പൻ, പിന്നെ പറഞ്ഞ ശങ്കരൻകുട്ടി, അങ്ങനെ കുറേ ആൾക്കാരായിരുന്നു മുൻനിരയിലുണ്ടായിരുന്നു. അതിൽ ഈ നമ്മുടെ അന്നമനട പരമേശ്വരന്മാർ കുറേ കാലം കുട്ടിയതിന് ശേഷം മാറി അതിന് പകരം നേതൃത്വം വെച്ചെടുത്ത ആളാണ് കുഴൂർ നാരായണൻ. കുഴൂർ നാരായണൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1944 മുതൽക്ക് 86 വരെ പാറമേക്കാവിൻ്റെ പഞ്ചവാദ്യത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന ആളാണ് കുഴൂർ നാരായണൻ. പിന്നെ പെൻഷൻ കൂടി മേടിച്ചിട്ടില്ല. പെൻഷൻ മേടിക്കാൻ ചില ഇവിടെ വെച്ച് തന്നേക്കാൻ പറഞ്ഞു. ഇതുവരെയും മേടിച്ചിട്ടില്ല. നേടി ചെന്നാൽ തരാമെന്ന് പറഞ്ഞു. ചെല്ലാനില്ല, ഇവിടെ തന്നു അയച്ചു തന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അത്രയും കൊല്ലം തൃശ്ശൂർ പൂരം അത് മുഴുവൻ പാറമേക്കാവിൽ തന്നെയാണ് കൊട്ടിക്കണേ. വേറെ തിരുവമ്പാടി ഒന്നും ഞാൻ പോയിട്ടില്ല. അത്രയും കൊല്ലം പാറമേക്കാവില്ല കൊട്ടിയത്.
പുരസ്കാരങ്ങളെ കൊണ്ടാണ് ഒരു കലാകാരൻ്റെ ഔന്നത്യം നിർണ്ണയിക്കപ്പെടുന്നത് എന്ന് പറയാറുണ്ട്. ചെറുതും വലുതുമായി അദ്ദേഹത്തെ തേടിയെത്താത്ത അവാർഡുകളില്ല. ബോംബെ കേളിയുടെ വീരശൃംഖല, സർക്കാർ പുരസ്കാരങ്ങളായ പല്ലാവൂർ പുരസ്കാരം, കേരള കലാമണ്ഡലം അവാർഡ്, സംഗീത നാടക അക്കാദമി അവാർഡ്, ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ പ്രസിഡന്റ് പ്രതിഭാദേവി പാട്ടീലിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിഭയ്ക്കുള്ള അംഗീകാരവുമായി പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചു. കുട്ടിക്കാലം പോലെ ആദ്യം ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ചത് ഇടയ്ക്കേറെ. അതാണ് എല്ലാവരും ഇടയ്ക്ക കൊട്ടിയിട്ട് പോകണമല്ലോ അമ്പലത്തിലേ ശംഖുവിളി ഇടയ്ക്ക. അപ്പോൾ അതാണ് ആദ്യം കൊട്ട് പഠിച്ചത്. കാരണം അത് ഇടയ്ക്ക പൂജയ്ക്ക് ഇടയ്ക്ക കൊട്ടാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അത് സാധകം ചെയ്യുന്നത് തക്കിട്ടാണ്. സാധകം ചെയ്യുന്നത് പാടക്കൈ ആദ്യത്തെ തക്കിട്ട, രണ്ടാമത്തെ തക്കിട്ട തക്കീന്ന്, മൂന്നാമത്തെ കി തക്കിട്ട തക്കേ താ, കി തക്കിട്ട തക്കേ താന്ന് മൂന്നാമത്തെ പാടകൈ അത്. പിന്നെ അടുത്തത് തക്കൂക്കും. അപ്പോൾ നാലാമത്തെ പാടകൈയാണ്. പിന്നെ പറഞ്ഞ കൂടി കി തക്കിട്ട തക്കേ താ, കി തക്കിട്ട തക്കേ താ, കി തക്കിട്ട തക്കേ താ. ഇത്രയും പാടക്കൈ ഇടയ്ക്കുണ്ട്, കൊട്ടാറുമുണ്ട്. വിരൽത്തുമ്പുണർത്തുന്ന വാദ്യവിസ്മയ ചാതുരി ആസ്വാദകരിൽ പുളകം തീർത്തുകൊണ്ട് പൂരപ്പറമ്പുകളിൽ നിന്ന് പൂരപ്പറമ്പുകളിലേക്ക് നിർത്താതെയുള്ള ആ വാദ്യകുലപതിയുടെ പ്രയാണം 7 പതിറ്റാണ്ടിലധികം നീണ്ടുനിന്നു. തിമലയിൽ തീർക്കുന്ന നാദബ്രഹ്മം പിറകിലുപേക്ഷിച്ച് വാദ്യലോകത്തെ അനാഥമാക്കിക്കൊണ്ട് 2011 ആഗസ്റ്റ് 11-ാം തീയതി പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാർ നമ്മെ വിട്ടുപോയി. പഞ്ചവാദ്യവും തിമലയും ത്രിപുടതാളവും നിലനിൽക്കുന്നിടത്തോളം ആസ്വാദകരുടെ മനസ്സിൽ പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാർ ജീവിച്ചിരിക്കുക തന്നെ ചെയ്യും. ഒരു ജന്മം സഫലമാവാൻ ഉത്തമനായ കലാകാരന് വേറെ എന്താണ് വേണ്ടത്?